ഇന്നാവട്ടെ നാളാവട്ടെ എന്നും പറഞ്ഞ് കുറച്ച് വിത്ത് കുറേ ദിവസമായി മാറ്റി വെച്ചിട്ടാണ്. ഇനിയും വെച്ചില്ലെങ്കിൽ അത് ചീഞ്ഞ് പോകും. പിന്നെ അവസാനം കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ കുരു ഒന്നും കിട്ടാനില്ലേ, ഉള്ളത് ഞാൻ മുളച്ച് കുറച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. സമയം കിട്ടാഞ്ഞിട്ടും കൂടെ മാത്രമല്ല, ഇത് ഏതിൽ നട്ടു വെക്കുന്ന ഇങ്ങനെ കുറേ ദിവസമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിലുള്ള മറ്റേ കവറൊക്കെ മേടിച്ചിട്ടൊക്കെ ആക്കാമെന്ന് ഓർത്തിരിക്കുന്നത്. അതൊക്കെ മേടിക്കുമ്പോൾ അവസാനം ചീഞ്ഞ് പോകും. അതുകൊണ്ട് പുറകെ പോയിട്ട് നമ്മൾ ഈ സോപ്പ് ഓയിലൊക്കെ കൊണ്ടുവരുന്ന കുപ്പി ഉണ്ടല്ലോ, അത് മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുപ്പി കുറേ ഉണ്ടായിരുന്നു. നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കുപ്പിയാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേയൊക്കെ ഇവർ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുമെന്നില്ല, ഉറപ്പുണ്ടായിരുന്നില്ല. പോയി നോക്കിയപ്പോൾ 2 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ള വേഗം ഞാൻ മുറിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേഗം ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അതിനിടയ്ക്ക് ഒരാൾ വന്ന് ഭയങ്കര മുറ്റം തൂരാണ് കേട്ടോ. ഇന്നലെ ഞാൻ തൂത്തുകൊണ്ടിരുന്നപ്പോൾ അത് കണ്ട് ചെയ്തുകൊണ്ട് തുടങ്ങിയതാണേ. അങ്ങനെ അത് വേഗം കഴുകിയെടുക്കാൻ പോകണം കേട്ടോ. കാരണം സോപ്പ് ഓയിൽ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കാലിയാകുമ്പോൾ അവിടെ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. ക്ലീൻ ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലപോലെ കഴുകിയെടുക്കണം. സോപ്പിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിയില്ലല്ലോ. ഇനി നട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉറപ്പില്ല കേട്ടോ കിട്ടുമെന്ന്. എന്തായാലും പോയി നമുക്ക് നട്ട് നോക്കാം. കാരണം മഴയൊക്കെ അല്ലേ, ചിലപ്പോൾ പിടിച്ചാലോ. അപ്പോൾ നമ്മളുടെ പുറകിൽ മണ്ണ് നല്ല മണ്ണാട്ടോ. നമ്മുടെ നല്ല പശപ്പൊക്കെ ഉള്ള മണ്ണാണ്. നമ്മൾ തൊടുന്നതേ ഊരിന് പോകും. പിന്നെ അന്ന് മണ്ണിടിഞ്ഞതിൻ്റെ ബാലൻസ് കുറച്ചങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു മഴ പെയ്യുമ്പോൾ ഇടിഞ്ഞ് വീഴാറുള്ളൂ. അപ്പോൾ വേഗം അവിടുന്ന് കുറച്ച് മണ്ണ് വേഗം എടുക്കട്ടെ. വെറുതെ തൊടുമ്പോഴേക്കും അങ്ങ് ഊരി പോരുവാണേ. അതിനിടയ്ക്ക് പാത്തുവിനെ ഇടയ്ക്കൊന്ന് നോക്കിയില്ലെങ്കിൽ പണി കിട്ടും. കാരണം ചുറ്റിനും വെള്ളം ഇരിക്കുന്നതാണ്. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പുള്ളി വെള്ളത്തിലാണ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞിരുന്ന് നോക്കുന്നുണ്ട്, കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പോകുമെന്ന് പേടിച്ചിട്ട്. അങ്ങനെ അതേ രണ്ടിലും കൂടെ മണ്ണ് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പശപ്പുള്ള മണ്ണാണ്. നമ്മൾ കാലിലൊക്കെ വീണിട്ട് ഇങ്ങനെ ചെരുപ്പിലൊക്കെ ഒട്ടി പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ അത് വേഗം കൈയോടെ നട്ടെടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ അത്യാവശ്യം ഉറുമ്പെല്ലാം കൂട് കൂട്ടിയിട്ടുണ്ട്. അന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കൂടൊക്കെ കൂട്ടി വരുന്നുണ്ട്. ഇനിയും വഹിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് ഇല്ലാതെ ഇപ്പോൾ ചിലത് അത് വിണ്ട് കീറി വന്നിട്ടുണ്ട്, മുള വന്നിട്ടുണ്ടാലും നടുക്കുന്ന അങ്ങനെ വിണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എത്ര കിട്ടുന്നൊന്നും ഒരു ഉറപ്പില്ല. എന്തായാലും ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണല്ലോ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇനി അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇങ്ങനെ കുരു കിടപ്പുണ്ട്. അതിങ്ങനെ അവിടെ കിടന്ന് മുളയ്ക്കുവാണെങ്കിൽ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കാനൊരു പ്ലാനാണ് കേട്ടോ. ഒരെണ്ണത്തിനകത്ത് ഒരു 5-6 എണ്ണം വെച്ചിട്ടാട്ടോ നടുന്നത്. കാരണം അത്രയും സ്പേസ് ഉണ്ടല്ലോ, ഏതാണ് അതിൽ മുളയ്ക്കാന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും കൈ കിട്ടുന്നതൊക്കെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. കാരണം 3 പേർക്ക് കൊടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ സെറ്റ് ആവുകയാണെങ്കിൽ അവിടുന്ന് ആയിക്കഴിഞ്ഞിട്ട് പിന്നെ അവർ കൊണ്ടുപോയിക്കോളൂല്ലോ. അതെല്ലാം ഒന്നിച്ചാക്കി വെക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ അവർക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മയിലെല്ലാം വന്ന് കൊത്തിയിട്ട് അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഞാൻ മുളപ്പിച്ചിട്ട് കൊണ്ടുപോയി. ഏത് സമയത്ത് പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുവരെ ഇവിടെ ആക്കട്ടെ എന്ന് ഓർത്തു. പാത്തും അതിപ്പോൾ തന്നെ വിളവെടുക്കും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കലാപരിപാടി ഇവിടെ കൊണ്ട് തീരുവാണെങ്കിൽ പുതിയ കുട്ടിയെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ല യൂട്യൂബ് പിന്നെ കാണാം. ബൈ ടാറ്റാ.